ഞാനൊരു ബൈറ്റ് കൊടുത്തില്ല, അപ്പൊ ഞാൻ എടുക്കാം ബൈറ്റ്. അതിന്റെ കൂടെയുള്ള മേയോ ഉണ്ടല്ലോ, ഇപ്പൊ പുണ്യമാസമായിട്ടുള്ള റമദാനിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. മുസ്ലിങ്ങൾ എല്ലാവരും നോമ്പെടുക്കുന്ന ഒരു മാസമാണ്. ഓരോ മുസ്ലിമിനും ഈ മാസത്തിൽ നോമ്പെടുക്കൽ നിർബന്ധമാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ എല്ലാത്തവരും നോമ്പ് നോൽക്കുന്നുണ്ട് അല്ലെ. റമദാൻ മാസമൊക്കെ 30 നോമ്പ് നോൽക്കുന്ന മുസ്ലിം അല്ലാത്ത ആൾക്കാരും ഉണ്ട്. പിന്നെ ആൾക്കാരെ പറ്റിച്ച് നോമ്പെടുക്കാതെ മുങ്ങി നടക്കുന്ന മുസ്ലിംസും ഉണ്ട്. അത് വേറെ കാര്യം. അതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ കാര്യമാണ്, നോമ്പെടുക്കണമോ വേണ്ടയോ എന്നുള്ളത്. ഇനി അവര് നോമ്പെടുത്തിട്ടില്ലെങ്കിൽ അത് അവരും പഠിച്ചവനും തമ്മിലായിക്കോളും. എന്തായാലും ഞാനിത് ഇപ്പം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജാസ്മിൻ ജാഫർ, പുള്ളിക്കാരെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ. എന്നിരുന്നാലും ജാസ്മിൻ ജാഫർ കഴിഞ്ഞ ആഴ്ച യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നല്ല, പുള്ളിക്കാരെയും പുള്ളിക്കാരുടെ സുഹൃത്തായിട്ടുള്ള ഗബ്രിനും തമ്മിൽ റഷ്യയിലേക്ക് ഒരു ട്രിപ്പ് പോയി. അപ്പൊ കഴിഞ്ഞ ആഴ്ച അതിനൊരു മണിക്കൂർ വ്ളോഗ് ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ആ വ്ളോഗിലെ 1-2 സീനുകൾ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കണ്ണിൽ അസൂയ നോക്ക് ഗൈസ്. ഒട്ടും അസൂയില്ലാത്തോണ്ട് കുഴപ്പമില്ല. ഇനി ഞാനത് കഴിച്ചു തീർത്തിട്ട് വിളിക്കാം ഗൈസ്, അല്ല പറയാം ഗൈസ്. ഐറ്റം ജാസ്മിന്റെ ക്രോസോ, ഇതിന്റെ പ്രൊണൗൺസിയേഷൻ പറ. ഇത് ഞാൻ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു മാറി വരുന്നത് പൂവിന്റെ അത്രയും പോലും ഇല്ല ഗൈസ്. ഓക്കെ, ഇതാണ് സംഭവം. റമദാൻ മാസമാണ്, നോമ്പെടുക്കേണ്ട മാസത്തിലാണ് ഇവര് റഷ്യയിൽ പോയിട്ട് ക്രൊസോ ഒക്കെ കഴിക്കുന്നത്, പിന്നെ എന്തോ കേക്ക് ഒക്കെ കഴിക്കുന്നുണ്ട് അല്ലേ. ഇനി ഇത് കഴിഞ്ഞ് ഇവര് ബ്രേക്ക്ഫാസ്റ്റ് എന്നും പറഞ്ഞ് മറ്റൊരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും കൂടി കണ്ടോക്കാം. റഷ്യയിൽ വന്നിട്ട് നമ്മുടെ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമ്മൾ ഇന്നലെ ഉച്ചയ്ക്കാണ് വന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് വന്നിട്ടുള്ള ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമ്മൾ തുടങ്ങുന്നത് ഐശ്വര്യമായിട്ട് ഷവർമേന്നാണ്, ഒരു റഷ്യൻ ഷവർമേന്ന്. ഈ കടയുടെ പേരും ഭയങ്കര ഒരു ഫണ്ണി. ഓക്കെ, ഇതാണ് സംഭവം. പുള്ളിക്കാരുടേതായ രീതിയിൽ ലൈഫ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുകയാണ് അല്ലെ. അത് റിപ്പീറ്റ് അഗൈൻ, അതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ താല്പര്യങ്ങളാണ്. അതിൽ കയറി ഇടപെട്ട് നമുക്ക് അഭിപ്രായം പറയേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ നിങ്ങൾ ചോദിക്കും, പിന്നെ എന്തിനാണ് നീ അതിൽ കണ്ടന്റ് എടുത്ത് വരാൻ നിന്നെന്നുള്ളത്. അതിനും കാരണമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പയ്യൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ പ്രതികരണം ഇപ്പൊ അത്യാവശ്യം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ട സമയത്ത് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. നമുക്ക് എന്തായാലും ആ പയ്യന്റെ സംസാരം ഒന്ന് കണ്ടോക്കാം. ജാസ്മിൻ, നീ മുസ്ലിം ആണോ? അതായത് പട്ടാപകൽ ഹോട്ടലിൽ പോയി ഫുഡ് അടിക്കുകയാണ് ജാസ്മിൻ ജാഫർ. അതിനുശേഷം അതിനെ വീഡിയോ ചെയ്ത് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാം വഴിയും ജാസ്മിൻ ജാഫർ അപ്ലോഡ് ചെയ്യുകയാണ്. ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ തുടങ്ങുകയാണ്. അതായത് ജാസ്മിനെ, നീ ഇപ്പോൾ അറിയപ്പെടുന്നത് ഒരു മുസ്ലിം പേരിലാണ്. നിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നീ പറയണം, എനിക്കൊരു മതവുമില്ല, ഞാൻ ഒരു മതത്തെയും വിശ്വസിക്കുന്നില്ല എന്ന് നീ പറയണം. എന്തിനങ്ങനെ പറയേണ്ട ആവശ്യം? അങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്തേണ്ട യാതൊരു ആവശ്യമില്ല. ഒരാൾ നോമ്പിന്റെ പട്ടാപ്പകൽ ഫുഡ് കഴിച്ചു എന്ന് കരുതി അവരോട് മതം മാറാൻ പറയുക എന്നൊക്കെ പറഞ്ഞ എന്താ ഞാനിതിനൊക്കെ പറയാം. ഇനിയിപ്പോ ജാസ്മിൻ എന്ന മുസ്ലിം പേരാണ് നിന്റെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തു. ഈ ജാസ്മിൻ എന്ന് പറയുന്നത് ഒരു കോമൺ നെയിം ആണല്ലോ. ഇപ്പൊ എല്ലാ മതത്തിലുള്ള ആൾക്കാരും ഈ പേരിടുന്നുണ്ട്. അപ്പൊ പിന്നെ എല്ലാ മതസ്ഥരും ഇടുന്ന ഒരു പേരായിട്ട് ഈ ജാസ്മിൻ എന്ന പേരിനെ കണക്ക് കൂട്ടിക്കോ, പ്രശ്നം തീർന്നില്ലേ? അല്ല, ഞാൻ സന്ദർഭോചിതമായിട്ട് പറഞ്ഞെന്നുള്ളു കേട്ടോ. ജാസ്മിൻ എന്ന മുസ്ലിം പേരാണല്ലോ അവന് പ്രശ്നം, അതുകൊണ്ട് പറഞ്ഞതാ. എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ. അല്ലാതെ മുസ്ലിം പേര് വെച്ചുകൊണ്ട് നീ ഇത്തരത്തിൽ തോന്നിവാസം ചെയ്യാൻ പാടില്ല. എന്ത് റമദാന്റെ പകലിൽ ഫുഡ് തിന്നതോ? ഈ നോമ്പിന്റെ പകലിൽ ഭക്ഷണം കഴിക്കുന്ന വ്ളോഗ് ഒക്കെ ഇടാന്ന് പറയുന്നത് ഒരു മുസ്ലിം നാമധാരം അങ്ങനെ ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും പിടിച്ചോളണമെന്നില്ല. അത് ഞാൻ അംഗീകരിക്കുന്നു. ഫസ്റ്റും ഈ ജാസ്മിന്റെ വ്ളോഗ് കണ്ടപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കരുതിയത്. ഇത് നോമ്പിന്റെ സമയല്ലേ, ഇവളെന്താണ് ഈ സമയത്ത് ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്തത്? പിന്നെ ഒന്ന് ചിന്തിച്ചപ്പോ മനസ്സിലായി, അത് അവളുടെ ഇഷ്ടമല്ല, അവളെന്താ വെച്ചാൽ ചെയ്തോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാവർക്കും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അത് 100% അംഗീകരിക്കുന്നു. പക്ഷെ എന്ന് കരുതി ആ വ്യക്തിയോട് മതം മാറാനൊക്കെ ആവശ്യപ്പെടാൻ നമ്മളാരാണ്? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ജാസ്മിന് നോമ്പിന്റെ പട്ടാപ്പകൽ ഫുഡ് കഴിച്ചു എന്ന് കരുതി നീ പേര് മാറ്റുക എന്നുള്ള രീതിയിൽ ആഹ്വാനം ചെയ്യുന്നതൊക്കെ കുറച്ച് കടന്ന കൈയായി പോയി. ഈ നോമ്പ് എന്ന് പറയുന്നത് പഠിച്ചോനുള്ളതാണ് അല്ലേ. പഠിച്ചോൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, അസൗമുലിന്ന്, അതായത് നോമ്പ് എനിക്കാണ് എന്ന്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് പഠിച്ചോനും അവരും തമ്മിലായിക്കോളും. അതിന് നമ്മൾ എങ്ങനെ എടുത്ത് കാണേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ. ആദ്യം ഇത് കാണുന്ന നല്ലവരായ ഹൈന്ദവരോട് ഒരു കാര്യം പറയുകയാണ്. മുസ്ലിം സമൂഹം എന്ന് പറയുമ്പോൾ റമദാൻ മാസം എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും കൊന്നവനാണെങ്കിലും റമദാൻ എന്ന് പറയുന്ന ഈ ഒരൊറ്റ മാസം നന്നാവും. അതായത് നോമ്പെടുത്തിട്ടില്ലെങ്കിലും എടുത്തവനെ പോലെ അഭിനയിക്കും നല്ല രീതിയിൽ. അതായത് ഈ 11 മാസം ചെയ്ത തെറ്റുകൾ ഒരു മാസം കൊണ്ട് ഞങ്ങളൊക്കെ അതായത് നോമ്പെടുത്തും നിസ്കരിച്ചും നല്ല രീതിയിൽ സംസാരിച്ചും ഒന്നും കഴിക്കാതെയും സദക്ക കൊടുത്തുമാണ് ഞങ്ങൾ ജീവിക്കുന്നത്.
ഇതിനിടെ ജാസ്മിൻ ജാഫർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടോളൂ. അതായത് ലോകത്തിലുള്ള എല്ലാ മുസ്ലിമീങ്ങളും ഒരൊറ്റ മാസം നല്ല രീതിയിൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഈ പെണ്ണുണ്ടല്ലോ, ഇവൾ ചെയ്തത് എന്താണ്? പട്ടാപകൽ ഹോട്ടലിലേക്ക് പോയി ഫുഡ് അടിച്ച് അതിന്റെ വ്ളോഗും കാര്യങ്ങളും യൂട്യൂബ് വഴിയും ഇൻസ്റ്റഗ്രാം വഴിയും അപ്ലോഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്കതൊരു നാണക്കേട് തന്നെയാണ്. ഞങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ല. ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ്. കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കാണാതിരുന്നാ പോരെ. ഇത് കാണും വേണം, എന്നിട്ട് ഇരുന്ന് കുറ്റം പറയും വേണം. പിന്നെ അവസാനം എന്തോ പറഞ്ഞല്ലോ, ജാസ്മിൻ ജാഫർ ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ മുസ്ലിങ്ങൾക്കൊക്കെ നാണക്കേടാണ് എന്ന്. ഒരു നാണക്കേടും ഇല്ല. ഇവിടെ ജാസ്മിനെ നോക്കിയിട്ടല്ല ഓരോ മുസ്ലിമും അനുഷ്ഠാന കർമ്മങ്ങളൊന്നും ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ജാസ്മിൻ എന്ത് ചെയ്താലും മുസ്ലിങ്ങളൊന്നും ഒരു തരത്തിലും അത് ബാധിക്കാൻ പോകുന്നില്ല. നിങ്ങൾ പറഞ്ഞ പോലെ നാണക്കേടാണ് എപ്പോഴാണെന്ന് വെച്ചാണെങ്കിൽ ജാസ്മിൻ വല്ല മുസ്ലിം പണ്ഡിതയോ വല്ല ഉസ്താദൊക്കെ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ജാസ്മിൻ ഇങ്ങനെ ചെയ്യുക വഴി അത് മുസ്ലിങ്ങൾക്ക് നാണക്കേട് തന്നെയാണ്. കാരണം അവർ ഇസ്ലാമിന്റെ വക്താക്കളാണല്ലോ. അവരെ കണ്ടാണ് മറ്റുള്ളവർ ഇസ്ലാമിനെ വിലയിരുത്തുന്നത്. സോ അവരങ്ങനെ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ അത് മുസ്ലിങ്ങൾക്ക് നാണക്കേട് തന്നെയായിരിക്കും. പക്ഷേ ജാസ്മിന്റെ കേസിൽ അങ്ങനെ ഒന്നും ഇല്ല. അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്ന ഒരു ഓർഡിനറി പെണ്ണ് അല്ലേ. ഇതൊന്നും വേണ്ട. ജാസ്മിൻ പബ്ലിക്കിൽ വന്ന് പറയുകയാണ്, ഞാൻ നല്ലൊരു മുസ്ലിം കുട്ടിയാണ്, ഇസ്ലാമിക ചിട്ടപ്രകാരം ജീവിക്കുന്ന ഒരു കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെയും ഓക്കെ. അങ്ങനെയൊന്നും ജാസ്മിൻ അവിടെ പറഞ്ഞിട്ടില്ല. പിന്നെ പണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെർഫ്യൂം ഹറാമാണെന്നൊക്കെ. അത് വേറെ കാര്യം. പിന്നെ പണ്ടത്തെ ജാസ്മിനും ഇപ്പത്തെ ജാസ്മിനും തമ്മിൽ കമ്പയർ ചെയ്യാനേ പറ്റത്തില്ലല്ലോ. ആനയും അണ്ണാനും കമ്പയർ ചെയ്യുന്ന പോലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാണെങ്കിൽ, ജാസ്മിൻ ഇവിടെ നോമ്പെടുത്തിട്ടില്ല എന്ന് വിചാരിച്ച് ഇവിടെ മുസ്ലിങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മോൻ അത് വിചാരിച്ച് ആവലാതിപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. ബാക്കി പറഞ്ഞോട്ടെ. അപ്പോ എന്നോട് ഇപ്പോൾ കുറച്ച് മുസ്ലിംസ് എന്നോട് ചോദിക്കും, ഇതെന്തിനാണ് ഇപ്പൊ നീ വീഡിയോ ചെയ്തതെന്ന്. അതായത് ഇത് കണ്ടിട്ടെങ്കിലും നാളുകളിൽ വരുന്ന പെൺകുട്ടികളും നല്ലവരായ എല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് ഒരാൾ നോമ്പെടുത്തില്ല എന്ന് കണ്ടു കഴിഞ്ഞാണെങ്കിൽ അവരെ പച്ചയ്ക്ക് ചീത്ത വിളിക്കുന്നതോ അതല്ലെങ്കിൽ അവരോട് മതം മാറാൻ ആവശ്യപ്പെടുന്നതോ നല്ല ബെസ്റ്റ് പഠിപ്പ് തന്നെ സമൂഹത്തിന് കൊടുക്കാൻ പറ്റിയ നല്ല ലെസണ്. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. നോക്കുക, ഇവിടെ പറയുന്നുണ്ട് ഗബ്രി ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന്. അപ്പൊ നമുക്കെല്ലാം മനസ്സിലായല്ലോ. ഒരൊറ്റ കാര്യം കൂടി പറയുകയാണ്, നമ്മുടെ ജാഫർ ഉണ്ടല്ലോ, ജാസ്മിൻ അച്ഛൻ, ഇവരോട് എനിക്ക് പറയാനുള്ളത് മകൾക്ക് നല്ല രീതിയിൽ പഠിപ്പിക്കുക. അവര് +2 വരെ ജാസ്മിനെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഡിഗ്രി എന്തോ കുറച്ച് പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും നല്ലൊരു അഡ്വൈസ് തന്നെ. പഠിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ പഠിപ്പിച്ചോട്ടെ അല്ലേ. ബാക്കി പറഞ്ഞോട്ടെ. ഒന്നെങ്കിൽ മകളോട് പറയാ ജാസ്മിൻ എന്നുള്ള പേര് മാറ്റാൻ വേണ്ടിട്ട്. അതിനുശേഷം എന്ത് വേണമെങ്കിലും അപ്ലോഡ് ചെയ്യട്ടെ റമദാൻ മാസത്തിൽ. അല്ല, പേര് മാറ്റാന്നൊക്കെ പറഞ്ഞാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ടാസ്ക് അല്ലേ. ആദ്യം വില്ലേജ് ഓഫീസിൽ പോയിട്ട് കാര്യം പറയണം, പിന്നെ പത്രത്തിൽ പരിചയം കൊടുക്കണം, പിന്നെ എല്ലാ ഐഡന്റിറ്റി കാർഡിലും പേര് മാറ്റാൻ വേണ്ടി നടക്കണം. ഭയങ്കര ബുദ്ധിമുട്ടല്ല അത്. അതിലും ഭേദമുള്ള പേരെ അങ്ങോട്ട് വെച്ചാൽ പോരെ. ഞാൻ നേരത്തെ പറഞ്ഞ പോരെ, ഇതൊരു കോമൺ ടൈമായി കണ്ടാൽ മതി, പ്രശ്നം തീർന്ന്. എന്തായാലും ബാക്കി പറ. നിങ്ങൾ നോക്കുക, എന്റെ വീഡിയോസ് നിങ്ങൾക്ക്, അതായത് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. ഞാൻ ജാസ്മിനെ ഈ ഫ്രണ്ട് ആപ്പ് അടക്കം ഇറങ്ങിയതിനു ശേഷം ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ആളാണ് ഞാൻ. അതായത് അവളുടെ ഇഷ്ടമാണ്, അവൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷെ ഇത് തെറ്റാണ്. അതായത് ഇവൾ ചെയ്യുന്നത് കണ്ട് എത്രയോ സ്ത്രീകൾ ഇവളെ ഫോളോ ചെയ്യുന്ന ഇഷ്ടംപോലെ സ്ത്രീകളുണ്ട്. അത് മനസ്സിലായ നിങ്ങൾക്ക്? അതായത് ഇവളുടെ ഫാൻ ആയിട്ട് ഇവളെ ആരാധിക്കുന്ന ഇഷ്ടംപോലെ മുസ്ലിം സ്ത്രീകളും ഹൈന്ദവ സ്ത്രീകളും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവരെ ഫോളോ ചെയ്യുന്ന മുസ്ലിം സ്ത്രീകൾ ഇവരെ കണ്ട് വഴി തെറ്റോ എന്നുള്ളതാണ് ആശാന്റെ പേടി. അത്രയും ബോധമില്ലാത്തവരാണോ ജാസ്മിന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള മുസ്ലിങ്ങൾ? എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇടയ്ക്കെന്തോ പറഞ്ഞല്ലോ, ഫ്രണ്ട് ആപ്പ് പ്രൊമോട്ട് ചെയ്തതിന് ഒരു കുഴപ്പമില്ല, നോമ്പെടുക്കാത്ത പ്രശ്നമാണ്. അതാണ് ഫോളോവേഴ്സിനെ കുഴി ചാടിക്കുന്നതിന് ഒരു കുഴപ്പമില്ല ആശാന്, നോമ്പെടുക്കാത്താണ് കുഴപ്പം. വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ തന്നെ കേട്ടോ. എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ. ഹൈന്ദവരോട് എനിക്ക് പറയാനുള്ളത്, ഇതൊന്നും നിങ്ങൾ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഇടപെടാൻ പാടില്ല. അതായത് ഇത് ഞങ്ങളുടെ മതപരമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അങ്ങനെ മതപരമായിട്ടുള്ള ഇഷ്യൂ ആണെങ്കിൽ അത് പബ്ലിക്കിൽ വന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. പബ്ലിക്കിൽ വന്ന് പറഞ്ഞാൽ എല്ലാ തരം ആൾക്കാർ ഇടപെടും. ഇനി അത്രയും മതപരമായിട്ടുള്ള ഇഷ്യൂ ആണെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ പോരെ. അപ്പൊ പിന്നെ ഒരു ഹൈന്ദവരും ഒരു ക്രിസ്ത്യനും ഇടപെടാൻ പറ്റില്ല. അങ്ങനെ ബാക്കി പറഞ്ഞോട്ടെ. അതായത് ജാസ്മിനെ ആരാധിക്കുന്ന ഇഷ്ടംപോലെ മുസ്ലിം സ്ത്രീകളുണ്ട്. അവരും നാളുകൾ ഇത് തന്നെയല്ലേ ഫോളോ ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നില്ല അത്ര ബോധമില്ലാത്ത ആൾക്കാരാണ് ജാസ്മിനെ ഫോളോ ചെയ്യണമെന്ന്. എന്നാലും ബാക്കി പറഞ്ഞോട്ടെ. ജാസ്മിൻ പറ്റാപകൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ് ഷവർമ കഴിക്കുന്നുണ്ട്. എന്താണ്? അപ്പോ എനിക്ക് പറയാനുള്ള ജാസ്മിനോട് നീ എന്ത് വേണമെങ്കിലും ചെയ്തു, ഒരു പ്രശ്നമില്ല. പക്ഷെ നിന്റെ പേരുണ്ടല്ലോ, ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന പേര്, അത് നീ മാറ്റണം. അതായത് നിന്റെ തന്നെ നീ പറയൂ, എനിക്ക് ഒരു ദൈവത്തെയും ഞാൻ ആരാധിക്കുന്നില്ല. അങ്ങനെ നീ പറഞ്ഞാൽ ഓക്കെ ജാസ്മിനെ. ശരി, ഇവൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ജാസ്മിൻ പേര് മാറ്റണം, മതം മാറണം എന്നൊക്കെ. ഇവൻ ആരോടോ ബെറ്റ് വെച്ച് പറയണ പോലാണ് ജാസ്മിന്റെ മതം ഞാൻ മാറ്റും എന്നുള്ള രീതിയിൽ. എന്തായാലും നോമ്പിന്റെ പകരം ഒരാൾ ഫുഡ് കഴിച്ചു ട്രിപ്പ് പോയി എന്ന് കരുതി ഒരാളെ കുറിച്ച് ഇങ്ങനൊന്നും പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഒരു മുസ്ലിം നാമധാരി എന്ന നിലയിൽ അവർ ചെയ്ത പ്രവൃത്തി തെറ്റായി തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനെ വിമർശിക്കാം. അതല്ലാതെ മതം മാറണം എന്നൊക്കെ ആഹ്വാനം ചെയ്യാന്ന് പറഞ്ഞാൽ അതൊക്കെ കടന്ന കൈയായി പോയി. ഇനി അവള് ചെയ്തത് തെറ്റാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൾക്കുള്ളത് പഠിച്ചോ കൊടുത്തോളൂ. അങ്ങനെ ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഇതൊക്കെ. അത് റിപ്പീറ്റ് അഗൈൻ, ഇതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ കാര്യങ്ങളാണ് അല്ലേ. അവര് നോമ്പെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വേണ്ട, നോമ്പെടുക്കുന്നവര് എടുത്തോട്ടെ. അവരെന്ത് കാരണം കൊണ്ടാണ് നോമ്പെടുക്കാത്തത് എന്ന് നമുക്കറിയില്ലല്ലോ. കൂടുതലായിട്ട് ഞാനൊന്നും ഇവിടെ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.